തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. ഭരണ തുടർച്ചയിലേക്കുള്ള കാൽവെപ്പാകും ഫലമെന്നും LDFന് അനുകൂല ജനവിധി ഉണ്ടാകുമെന്നും MA ബേബി പറഞ്ഞു. നിങ്ങളെ മുൻനിർത്തി വോട്ടവകാശം രേഖപ്പെടുത്തും എന്നുള്ളത് സംശയമില്ല. അപ്പം അത് LDFന് അനുകൂലമായിട്ടാകാനാണ്. പിന്നെ വർഗീയത പോലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ, അതിൽ UDFന്റെ ഇരട്ടത്താപ്പ് ജനങ്ങൾക്ക് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. RSS എങ്ങനെയാണ് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നത്, വർഗീയ കലഹങ്ങൾ ഉണ്ടാക്കി രാജ്യത്ത് ചോരപ്പുഴ ഒഴുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ജനങ്ങൾക്കറിയാം. ആ RSSന്റെ വർഗീയവൽക്കരണത്തിനെ RSS മാതൃകയിലുള്ള പ്രവർത്തനങ്ങളിലൂടെ നേരിടണമെന്ന് വാദിക്കുന്ന ന്യൂനപക്ഷ വിഭാഗത്തിന്റെ സംഘടനകളുണ്ട്. അവയുമായി പരസ്യമായിട്ട് ലജ്ജയില്ലാതെ UDF സഹകരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിലെ വളരെ ഗൗരവമുള്ള ചർച്ചയായിരുന്നു. ചുരുക്കത്തിൽ രാഷ്ട്രീയമായും ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട നിലയിൽ പരിശോധിച്ചാലും LDFന് അനുകൂലമായിട്ടാണ് വിധിയെഴുത്തുണ്ടാവുക. വളരെ വലിയ ഒരു മുന്നേറ്റം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDFന് അനുകൂലമായിട്ടുണ്ടാവും. അത് തുടർഭരണത്തിന് ഒരു തുടർച്ച കേരളത്തെ സംബന്ധിച്ചിടത്തോളം LDFന് അനുകൂലമായി നൽകുന്നതിന്റെ ഒരു തയ്യാറെടുപ്പും അതിന്റെ ഒരു പ്രാരംഭ പ്രഖ്യാപനവുമായിട്ട് കൂടി ഈ ത്രിതല പഞ്ചായത്തിന്റെ ഫലം മാറും. ജനങ്ങൾ ജീവിതാനുഭവങ്ങളെ മുൻനിർത്തി വോട്ട് ചെയ്യും. അത് ഇടതുമുന്നണിക്ക് ഗുണം ചെയ്യും. ശബരിമല വിഷയം ജനം തിരിച്ചറിവോടെ പരിശോധിക്കും. കുറ്റക്കാരെ പിടികൂടുന്നതിൽ സർക്കാരിന് അമാന്തമില്ലെന്നും ജനങ്ങൾക്ക് മുന്നിൽ ഒന്നും മറച്ചുവെക്കാനില്ലെന്നും MA ബേബി പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് മനഃപൂർവ്വം പിടിച്ചില്ല എന്നാണ് ചിലരുടെ ആരോപണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരു അന്വേഷണത്തിലും പോലീസിനോ സർക്കാരിനോ അമാന്തമില്ല. ഒരു CPM MLA ഇപ്പോൾ ജയിലിലല്ലേ എന്നും MA ബേബി ചോദിച്ചു. അതിൽ നടപടി വൈകിയില്ലല്ലോ. PT കുഞ്ഞഹമ്മദിന്റെ കാര്യത്തിൽ കൂടുതൽ പരിശോധന നടത്തും. ഉപ്പു തിന്നവൻ വെള്ളം കുടിക്കും. തെറ്റുകാരെ സർക്കാർ സംരക്ഷിക്കില്ല. പരാതി കൈമാറാൻ വൈകിയിട്ടുമില്ല. CPMന് ഒരു വിഷയത്തിലും ഇരട്ടത്താപ്പില്ലെന്നും MA ബേബി ചൂണ്ടിക്കാട്ടി. കേരളത്തിലെ ജനങ്ങൾ നിയമസാക്ഷരത ഉള്ള ജനങ്ങളാണെന്നും കോടതി വിധിയിൽ ജനം സാമാന്യ നീതി പ്രതീക്ഷിക്കുമെന്നുമായിരുന്നു നടിയെ ആക്രമിച്ച കേസിൽ MA ബേബിയുടെ പ്രതികരണം. അതിനെ അട്ടിമറിക്കുന്ന വിധി വന്നു എന്നാണ് ജനം മനസ്സിലാക്കുന്നത്. അതിജീവിതയ്ക്ക് കേരളം പിന്തുണ നൽകുന്നു. അതിജീവിതയുടെ നീതിക്ക് വേണ്ടിയുള്ള നിലപാടിനൊപ്പമാണ് താനെന്നും വിധിയിൽ കേരളത്തിലെ പൊതുമനസ്സിന് ആവലാതിയുണ്ടെന്നും MA ബേബി പറഞ്ഞു. അതിജീവിതയുടെ വ്യക്തിത്വം വെളിപ്പെടുത്തിയ രാഹുൽ ഈശ്വറിന് ജാമ്യം നിഷേധിച്ചു. എന്നാൽ അതിനേക്കാൾ കുറ്റകൃത്യം കാണിച്ച രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നൽകി. സീരിയൽ ഒഫൻഡറാണ് രാഹുൽ എന്നും നാട് പ്രതീക്ഷിക്കുന്ന നീതിബോധം കേരളത്തിലെ ചില കോടതികളിൽ നിന്ന് ഉണ്ടാവില്ലെന്നും MA ബേബി അഭിപ്രായപ്പെട്ടു. രാഹുലിനെ പുറത്താക്കിയെന്ന് പറയുന്ന പാർട്ടി തന്നെ പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചുവെന്നും MA ബേബി വിമർശിച്ചു.